ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ നമ്മുടെ ഒരു നാടൻ ചാവക്കോഴിയാണ്. പൗൾട്രി ഫാമിലെ കോഴിയല്ല, നാടൻ കോഴിയാണ്. അതിൻ്റെ കട്ട് ചെയ്ത് അതിൻ്റെ കിഡ്നിയും ലിവറും അതെല്ലാം നല്ലതാണ്. നമ്മൾ പൗൾട്രി ഫാമിൻ്റെ കോഴിയുടെ കിഡ്നി ലിവറൊന്നും എടുക്കാൻ കൊള്ളില്ല. ഇത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നാടൻ രീതിയിൽ മുളകും മല്ലിയൊക്കെ വറുത്തരച്ച് കറി വയ്ക്കാം ഇൻഷാ അല്ലാഹ്. വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി, ഒത്തിരി വലിപ്പമുള്ളൊരു മൺചട്ടി, അതായത് മൺകലം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പ് വെച്ച് ഇത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറികൾക്കെല്ലാം ചിക്കനായാലും മട്ടനായാലും വെളിച്ചെണ്ണയാണ് നല്ലത്, ടേസ്റ്റ് കൂടുന്നത്. വെളിച്ചെണ്ണ കടുതാളിക്കാനും വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റുമ്പോഴൊക്കെ പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ്. നമുക്കതിന് വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഞാൻ 4-5 പച്ചമുളകും 2-3 ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിലേക്ക് ചേർക്കാം. ഫസ്റ്റ് നമുക്ക് ഞാനത് കുറച്ച് പെരുംജീരകവും പട്ടയും ഒരു 3-4 ഏലക്കയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ഇടാം. ഉലുവയും പെരുംജീരകവും പട്ടയും എല്ലാം നന്നായിട്ട് മൂത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇതിലേക്കൊരു ഏകദേശം ഒരു 1/2 കിലോ വരും ചെറിയ ഉള്ളി തൊലിച്ചതാണ്. ഞാൻ ചതച്ചിട്ടൊന്നുമില്ല. ഇതിൽ തന്നെ നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റാം. വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ ഈ ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വരും. കഴുകി വച്ചേക്കുന്ന ചിക്കനിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞ് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉള്ളി ഇഞ്ചി വഴറ്റിയതിന് ശേഷം ചേർക്കാം. നമ്മൾ സമയമുള്ളതുപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഉടനെ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വഴറ്റിയെടുക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുമല്ലോ, അപ്പോൾ ആ സമയം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഉള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം വഴറ്റി കിട്ടുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ കിട്ടും. അല്ല നേരത്തെയാണ് കട്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാലും ഈ കുരുമുളകും ഈ മസാലയെല്ലാം അതിൽ പിടിച്ചിരിക്കും, നാരങ്ങ നീരുമെല്ലാം. ഇപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ തല്ലി ചതച്ചിടുമ്പോൾ അത് ഉള്ളിയുടെ ചാറെല്ലാം കൂടി നമ്മൾ തല്ലുന്ന ഗ്രൈൻഡറിലാണെങ്കിലും കല്ലിലാണെങ്കിലും അതിലേക്ക് അത്രയും ആ ചാറെല്ലാം പോയി നഷ്ടമാവും. അപ്പോൾ ഇത് ഉള്ളി ഇതിൽ തന്നെ ഒന്ന് വെന്ത് കുഴച്ച് ഉടച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് അങ്ങ് ശരിക്കും മൊരിഞ്ഞു പോകും. അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ്, ഒരു കരിഞ്ഞ പോലത്തെ. നമ്മൾ സൂക്ഷിച്ച് അത് ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് അത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിരിക്കും. അത് തന്നെ നല്ല മണം വരുന്നുണ്ട്. ഉള്ളിയെല്ലാം ഉടഞ്ഞ് ഇതാദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് അറിയാത്തവർക്കാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇതിലേക്കൊരു 3 ചെറിയ തക്കാളി അത് കട്ട് ചെയ്തിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റാം.
തക്കാളി ഒന്ന് ഒരുപാടങ്ങ് വെന്തുടങ്ങിയാലും കുഴപ്പമില്ല, എന്നാലും ഒന്ന് സോഫ്റ്റ് ആവണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ചിക്കൻ കറിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മല്ലിയാണ് ആവശ്യമുള്ള മല്ലി. എൻ്റെ കൈ അളവ് ഒരു പിടി മല്ലി. മിക്സിയുടെ ജാറിലേക്ക് ബാക്കി അരപ്പിലേക്ക് ഞാൻ നല്ല ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചിട്ടാണ് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി
ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കണം. നമുക്ക് അരപ്പ് എത്രത്തോളം ആവശ്യമുണ്ടോ, ഇപ്പം നാടൻ കോഴിയാവുകൊണ്ട് നന്നായിട്ട് നമ്മൾ പൗൾട്രി ഫാമിലെ കോഴിയേക്കാളും നന്നായിട്ട് ഒരുപാട് വേവ് കൂടുതലാണ്. ഏകദേശം മട്ടൻ്റെ പോലെയൊക്കെ വേവുള്ള ഇറച്ചിയാണ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടായിരുന്നു. കുറച്ച് മല്ലിയില ഇടാം. മല്ലിയിലേക്കാളും നമുക്കിതിന് പ്രധാനം കറിവേപ്പിലയാണ്. നാടൻ കോഴിക്കറിക്ക് കറിവേപ്പിലയുടെ മണം രുചിയാണ് അത്യാവശ്യം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ട് വേവണം. ഒരു അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. മൺകലവും മൺചട്ടിയിലും വേവിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സൂക്ഷിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കറിവേപ്പില ഇടാം. നമ്മുടെ ഫ്രഷ് കറിവേപ്പില അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പിന്നെ കറി കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കറി. ഇതിനിപ്പം നല്ല കപ്പ കൂട്ടാൻ വെച്ചതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നൊരു നമ്മൾ കപ്പയും ഏകദേശം വെച്ചിട്ട് ഇതുകൂടെ വന്നിട്ട് ഉടച്ചെടുക്കാം. കപ്പയിലേക്ക് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം തിളച്ച വെള്ളം കൂടി ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. കറിവേപ്പില ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നല്ല വെന്തുടഞ്ഞ നല്ല കപ്പയും നല്ല നാടൻ കോഴിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. അലുവ പോലെ നല്ല കുഴമ്പ് പോലെയായി നല്ല കപ്പയാണ്. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി ചൂടോടെ തന്നെ ഈ കപ്പയും ഈ കോഴിക്കറിയോ മട്ടൻ കറിയോ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാണ്? എന്നെപ്പോലെ ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും. എനിക്കങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമായിട്ട് അടിപൊളിയല്ലേ? കോഴിക്കറി എന്തെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ നാടൻ കോഴിക്കറിയും നാടൻ കോഴി ഫ്രൈയും കപ്പയും. എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ എല്ലാവർക്കും? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർക്ക് കണ്ടവർക്കും ഒരുപാട് താങ്ക്സ്. ഇൻഷാല്ലാ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് സബ്സ്ക്രൈബർ ആയാലും വ്യൂസ് ആയാലും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഇനിയും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് ഒന്ന്
ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.